ഇതാണോ തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടാണ് നമ്മളെ ഗോപ്രോയുടെ വാട്ടർ പ്രൂഫ് കേസ് കിട്ടിയ കേസ്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ വീഡിയോ ഒന്നും ഈ സമയത്ത് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ കണ്ടന്റിന് ക്ഷാമം തന്നെ. നമ്മളെ വീഡിയോ ഒക്കെ ബൈക്ക് ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം വീഡിയോ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റൊക്കെ അയച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ വന്നത്. അപ്പം ഈ വീഡിയോ എത്രത്തോളം നല്ലതാവുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്തെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റിംഗല്ലോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുള്ളൂ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ പ്രൂഫ് കേസിൻ്റെ അകത്ത് നമ്മളെ ഗോപ്രോ കയറ്റിയിട്ട് നമ്മളെ ഉള്ള വെള്ളത്തിലൊക്കെ മുക്കാനാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു ലൈറ്റ് ഞാൻ ഒരു വാട്ടർ പ്രൂഫ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ക വാട്ടർ പ്രൂഫ് അല്ല, ഒരു കുറച്ചുകൂടെ എന്തെങ്കിലും ടേപ്പൊക്കെ ഒട്ടിച്ചെടുക്കണം കേട്ടോ, എങ്കിലേ പക്ക വാട്ടർ പ്രൂഫ് ആവത്തുള്ളൂ കേട്ടോ. ഇത് സൈഡ് സ്വിച്ചാണ്, ചാർജബിൾ ലൈറ്റാണ് കേട്ടോ. അത് അപ്പം കുളത്തിലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഏതെങ്കിലും ഇവിടെ അടുത്ത് കുറേ കുളങ്ങളുണ്ട്. ഇപ്പോൾ അമ്പലത്തിലാണ് നിൽക്കുന്നത്, ബൈക്കിൽ അമ്പലമാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ ഇരുന്ന് കട്ട പോസ്റ്റില്ലേ, അപ്പം നിങ്ങളെ പോസ്റ്റ് അടി മാറാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇറങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുളം അന്വേഷിച്ച് പോവാൻ കേട്ടോ. അപ്പോൾ കുളം എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ കഴിഞ്ഞിട്ട് നമുക്ക് കുളത്തിൽ ഇറക്കിയിട്ടുള്ള അണ്ടർ വാട്ടർ വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഗായ്സ്, ആദ്യം നമ്മൾ ഈ ഒരു കുളത്തിലായിട്ട് ഇറക്കാൻ പോകണം. നമ്മുടെ അമ്പലത്തിൽ ചേർന്ന് തന്നെ ചെറിയൊരു ടാങ്കാണ്. ഞാൻ പറഞ്ഞ കുളമല്ല, സോറി, ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗപ്പിയും സാരിയും വേറെ എന്തൊക്കെ കൊണ്ടുകളിയാ ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്താണ് ആദ്യം ഇറക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ തന്നെ കാണാം നമുക്ക് കുറച്ച് മീൻ്റെയൊക്കെ. ഗപ്പിയാണോ? ഓക്കെ, അതൊക്കെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് കേസിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കാം കേട്ടോ. നമ്മൾ ലൈറ്റ് ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫ് ആവോ എന്താ ലൈറ്റ് മിക്കവാറും അടിച്ചു പോകാനാണ് ചാൻസ്. അപ്പം ഗോപ്രോ ഇറക്കി ആദ്യം നമുക്ക് ഈ ഒരു ചെറിയൊരു ടാങ്കിൽ മുക്കിയിട്ട് അകത്ത് വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം എന്തുകൊണ്ട് കാണുന്ന ചെറിയ ടാങ്കിലാണ് ഇറക്കിയിട്ട്. അപ്പോൾ അതിൽ ഇറക്കിയപ്പോൾ ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വെള്ളം കുറച്ച് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നല്ലതുപോലെ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അടുത്ത് നമ്മൾ വേറൊരു ഇതുപോലത്തെ ഒരു കുളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കിണറോ അങ്ങനെ തപ്പി പോയെന്ന് കേട്ടോ. അടുത്ത് നമ്മൾ ഇതുപോലത്തെ തോടിൻ്റെ ഏതെങ്കിലും കുറച്ച് ആഴമുള്ള സ്ഥലത്തോട്ട് പോയിട്ട് ഗോപ്രോ മുക്കാൻ വേണ്ടി പോയാൽ കേട്ടോ. അതിനുവേണ്ടി തോട് പാരം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. അങ്ങനെ കുറച്ച് നടന്നതാ ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചെറിയൊരു വെള്ളം കിട്ടി കേട്ടോ. അവന്തും അടുത്ത കുളം തപ്പി നടക്കുകയാണ്. ചെറിയൊരു ഇത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാമേ. നമുക്ക് അടുത്ത സ്ഥലം തപ്പി പോവാം. അടുത്ത നമ്മുടെ ഒരു വേറൊരു വലിയ കുളത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. അതിനുവേണ്ടി സഞ്ചരിക്കുകയാണ് നമ്മൾ ഗോപ്രോ മുക്കാനായിട്ട്. ഇതാണോ തെളിഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ?
ഇതിൻ്റെ അകത്തൊന്നും കിട്ടത്തില്ലേ? അല്ല ഇറക്കിയാലും ഒന്നും കിട്ടാനില്ലടേ. ഒന്നും കാണത്തില്ല. തെളിഞ്ഞ വെള്ളം വേണം, അല്ലെങ്കിൽ അതേ അക്കുറത്തിലാകുമ്പോ. ഈ കുളത്തിന്റെ പേരെന്താണ്? കുളത്തിന്റെ പേരെന്താണ്? മീനൊന്നുമില്ല, അവരിട്ട മീനെല്ലാം പോയി. ഇത് അപ്പൊ ഈ കുളത്തിൽ മുക്കാലാണ് നമ്മൾ വന്നത്. പക്ഷെ മൊത്തം മഞ്ഞ കളർ. ഇപ്പം മുക്കിയാലൊന്നും കാണാനൊന്നും പറ്റത്തില്ല കേട്ടാ. അതിന്റെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. നമ്മൾ എന്താണ് അതിനിഗൂഢമായ ഒരു വഴി കൂടിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ട് നിൽക്കുന്നത് കേട്ടാ. ഇത് ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ വൈശാഖ് പറയുന്നത് കേട്ടാ. സെറ്റ് അല്ലേ? ഇവിടെ വീട്ടിന്റെ അടുത്താണ് കേട്ടോ, പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യമായിട്ടാ. പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടോണ്ട് നിൽക്കുന്നത്. മഹേഷനോട് ഇവിടെ നാളെ ഓടിക്കണ മറ്റേടത്തല്ലേ ഏതാ? ആ ഇത് കൊള്ളാം, ഇത് ഓക്കെ കേട്ടാ. സെറ്റ് 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 ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ മുക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മുക്കാണ് കേട്ടാ. ഓക്കെ 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 ഗൈസ്, നമ്മുടെ GoPro ഇതായിരിക്കുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ നമ്മൾ നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ചെറിയൊരു അക്വേറിയം കണക്കൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടെ ജസ്റ്റ് മുക്കി ഒന്ന് അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൻ്റെ അകത്ത് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വെളിയിൽ നേരെ അകത്ത് കയറി. ഇതിൻ്റെ അകത്തൊരു സൂപ്പർ ക്യൂട്ടായിട്ടുള്ളൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറക്കാൻ നേരത്തെ ഒരു കിടിലൻ വ്യൂ ആയിരിക്കും കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അകത്തോട്ട് ഇറക്കാം. അപ്പോൾ നമ്മൾ ആ ടാങ്കിൽ നിന്ന് ഇറക്കി വേറെ അരോന കിടക്കുന്നത് വേറെ ടാങ്കറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്യണം.
അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ഈ മീനോടെ കണ്ടു വരുമ്പോൾ വീഡിയോ കഴിയുന്നതായിരിക്കാം. ഇത് നമ്മൾ ലോക്ക്ഡൗണിന് മുമ്പെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ലോക്ക്ഡൗൺ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ടെടുത്തൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടത് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ് മാക്സിമം പിന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് ഇടാൻ വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു വെച്ചൊരു വീഡിയോ ഇങ്ങനെ തട്ടിക്കൂട്ടി ജസ്റ്റ് ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഇറക്കാമെന്ന് വിചാരിച്ചാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ എവർ വീഡിയോ ഒക്കെ വരാൻ താമസിക്കുന്നത് കേട്ടോ. എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. ഓക്കെ, ഗുഡ് ബൈ.